ഇല്ല മുതലാളി. മുതലാളി ഓടാ. മുതലാളി എടോ മാത്തച്ഛ എന്നായി കാണിക്കുന്നേ? എന്നാ എന്താ മുതലാളി, എന്നാ പറ്റി? എന്ത് പറ്റിയെന്നോ? തായത് കണ്ടില്ലയോ? മാത്തച്ഛ എന്നാ വെട്ടാ വെട്ടുന്നേ? ഇങ്ങനെ ചങ്കി കൊള്ളുന്നമാര് കത്തി വെച്ചാലേ മരം കുമ്പളയ്ക്കും. പിന്നെ ഇത് അടുപ്പിൽ വെക്കാനേ കൊള്ളത്തുള്ളൂ. ഹോ, തക്ക സമയത്ത് ഞാൻ വന്നാ നന്നായി. എടോ സക്കറിയ, ഇതാണ് അവന്റെ സ്ഥിരം പരിപാടിയെങ്കിൽ നാളെ പോലും വേറെ പണിക്കാരനെ അന്വേഷിക്കേണ്ടി വരും. ചതിക്കല്ലേ മുതലാളി, എന്റെ കുടുംബം പട്ടിണിയായി പോകും. അവനൊരു പാവമാ മുതലാളി, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കും. ആന്നോടോ? തനിക്കത് പറയാം. ഒരു റബ്ബർ മുതലാളിയുടെ വേദന തനിക്കറിയത്തില്ല. ഒരു റബ്ബർ മരം വീണ ആഗോള റബ്ബർ മുതലാളിമാരുടെ ഒരു യുഗം നഷ്ടപ്പെടുമെന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ എവിടെയോ നടന്ന കോൺഫറൻസിൽ കഴിഞ്ഞ മാസം പറഞ്ഞത്. അതുകൊണ്ട് മാത്തച്ഛ നീ കത്തി വെച്ചോ, പക്ഷെ ഇത് റബ്ബറിന്റെ കണക്കിലാവരുത്. ഇനി ആവർത്തിക്കരുത്. മാറ്റോട് തന്നെ കൊടയും പടിയും. എടോ അല്പന്മാരല്ലാതെ ഏതെങ്കിലും മുതലാളിമാർ റബ്ബർ തോട്ടത്തിൽ കൊടയും പിടിപ്പിച്ച് നടക്കൂടോ? അതില്ല. അപ്പൊ താൻ എന്നെ അല്പനാക്കിയല്ലേ? അയ്യോ അല്ല മുതലാളി. എന്നത്ത നാളെ മുതല് ഈ പണിക്ക് വരണ്ട മുതലാളി. ഓടാ വണ്ടം കോളാമ്പി. Attention! Standard please! Attention! Standard please! Attention! Standard please! Attention! 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. മുതലാളി. അപ്പോ അതങ്ങ് കൊടുത്തേക്ക്. അത് നഷ്ടമാ മുതലാളി. അല്ലേ തന്നെ എനിക്ക് കഷ്ടാലോ. അല്ല മുതലാളി, എന്നാടാ വണ്ടായി കാണിക്കുന്നത്? ഇക്കണ്ട പറമ്പ് മുഴുവൻ കിടക്കുമ്പോ ആരേലും തുപ്പി ആ തുപ്പല് കോളാമ്പി സൂക്ഷിക്കോ? അതിപ്പോ മുതലാളിയുടെ ഐഡിയ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. 10-12 വർഷം കൊടയും പിടിച്ച് കോളാമ്പിയും തൂക്കി എന്റെ പുറകെ തൂങ്ങിയിട്ടും എന്റെ ഐഡിയ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്കും മാത്തച്ഛ, ശരിയല്ലേടോ? പിന്നല്ലാതെ എന്റെ മുതലാളി ഇതുപോലൊരു ശരി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അവനെ പിരിച്ചു വിടല്ലേ മുതലാളി, അവനൊരു കുഞ്ഞുകുട്ടി പരാധീനക്കാരൻ. ഓ അത് ശരി. അപ്പൊ താനും അവന്റെ ഭാഗത്തല്ലയോ? എന്റെ കണ്ണം നടയണം. പിന്നെ ഈ തോട്ടം നിങ്ങൾ തൊഴിലാളികൾക്കെടുത്ത് അങ്ങനെ പെരുമാറാവല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അങ്ങനെ തന്നെ ആണല്ലോ. പേരിന് ഞാൻ ഒരു മുതലാളി, കാശ് മുഴുവൻ നിങ്ങൾക്കും. അല്ല ജോ എപ്പോ വന്നു? എന്താ കാലത്തെ? അത് മുതലാളി എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായം? എനിക്കിനി പഠിക്കണമെങ്കിൽ അഡ്മിഷനും ഫീസിനും ഒക്കെ ആയി കുറെ രൂപ വേണം. ഇപ്പൊ വിദ്യാഭ്യാസം കച്ചവടമല്ലയോ വേണ്ടി വരും. അതുകൊണ്ട് മുതലാളി ഒന്ന് സഹായിക്കണം. വെറുതെ വേണ്ട, കടമായിട്ട് മതി. ഓ അക്കാര്യം മാത്രം ഇവിടെ പറയണ്ട. താൻ എന്നാ പണിയായി കാണിക്കുന്നേ? അയ്യോ ഏതവനാടാ പള്ളിപ്പറമ്പി കാരോട്ടം പഠിക്കുന്നേ? വന്ന് ഒന്നിനും ഒരു വ്യവസ്ഥയില്ലാണ്ടായോ? ഇതങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ഇറങ്ങി വാടാ സാത്താനെ. നിന്നെ കൊണ്ടൊരു മാപ്പ് മെഴുതിരി കത്തിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഇവിടെ ഞാൻ കത്തിച്ച മാപ്പ് മെഴുതിരി ഒന്നും പാഴായി പോയിട്ടില്ലച്ചോ. ഇനി എത്ര വേണേലും കത്തിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കർത്താവേ, ഇതെന്നാ അതിശയാ? നീ എന്നാ വരുന്നതെന്നൊന്ന് ഫോൺ ചെയ്യാൻ മേലായിരുന്നോ? അത് പണ്ട് കുർബാനയ്ക്ക് അൽത്താര ഒരുക്കുമ്പോ അച്ഛന്റെ പിന്നീ ചെന്ന് കമ്പിപ്പടക്കം പൊട്ടിച്ച് അച്ഛനെ ഞെട്ടിച്ച ശീലം ഇവിടുത്തെ ശീലങ്ങളൊന്നും മറക്കാൻ പറ്റത്തില്ല. ചോട്ടയിലെ ശീലം പാടാ തെമ്മാടി. എന്നാ കാര്യങ്ങളാ പറയാനുള്ളത്? ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ബോർഡ് കണ്ടില്ലേ? കമാൺ. പിന്നെ ഞാൻ ഇവിടെ എങ്ങും വരേണ്ട ആളല്ല. അത് മനസ്സിലായി. By the way, what is your name? ജോ. Oh, Joe. Come on. From സ്ഥലം? ഹൈ റേഞ്ചില. സ്പോർട്സ് ആണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇവിടെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയവരൊക്കെ പഠിക്കാൻ കുറച്ച് ലോ ആണെങ്കിൽ സ്പോർട്സിൽ ഹൈ റേഞ്ചാ. ചേട്ടന്റെ പേര്? ചേട്ടാന്നൊന്നും വിളിക്കണ്ട, വിശാൽ. Come on. അതെ, വിശാൽ വിശ്വനാഥ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേരിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. പിന്നെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒരു ടൈം പാസ്. ഓ അപ്പൊ സ്ഥിരമല്ല അല്ലേ? അല്ല യൂണിഫോം ഇല്ലാത്തോണ്ട് ചോദിച്ചാ. എഴുന്നേറ്റ് പോടെ. താൻ എന്ത് വിട്ടിത്തരോടെ പറഞ്ഞത്? ഇവിടെ എന്താ സ്ഥിരമായിട്ടുള്ളത്? എല്ലാം മിഥ്യയല്ലേ? ഇപ്പൊ തന്നെ താൻ ഇന്നലെ വരെ എവിടെയായിരുന്നു? അത് വീട്ടില്. അപ്പൊ ഇന്നോ? ഇവിടെ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഇന്നലെ ഒന്ന് സംഭവിക്കുന്നു, ഇന്നൊന്ന് സംഭവിക്കുന്നു. ഇതിനെയാണ് പ്രപഞ്ചത്തിന്റെ പ്രകേളിയ എന്ന് പറയുന്നത്. അത് ശരി.
എന്താണൊന്നും പഠിക്കാനില്ലേ? ഉണ്ട്, ചീട്ടുകളി പഠിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് വാ. ഇതാണ് ഈ കോളേജിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മിനിറ്റ് പോലും നമ്മളെ പിള്ളേര് വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടിരിക്കും. ഒരു സബ്ജക്ട് അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്ട്. ഇത് ബെസ്റ്റ് സബ്ജക്റ്റാ. അപ്പൊ ഇതാണ് മുറി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നല്ല പണിയിലാണല്ലോ. ഇതാണ് പുതിയ ഫ്രണ്ട്സ് ജോ. നിങ്ങളുടെ ടീം സ്പോർട്സാ. ഹലോ ജോ. ഹലോ, ഞാൻ ഹരി. ഇത് ദീപു. ഹലോ, ഇത് അനൂപ്. നല്ല പഠിത്തോ. എല്ലാരും അത്ലറ്റ്സ് അല്ലേ? അല്ല, ഞാൻ വോളിയാ. ഞാൻ അത്ലറ്റാ, പാലായിലാ വീട്. ഞാൻ ഇടുക്കിയ. എന്താ ജോയിൻ ചെയ്യാൻ എത്ര വൈകിയത്? അല്ലാതെ അത്രക്ക് കുറച്ച് പഠിച്ചാ മതിയല്ലോ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഉണ്ടാവും. ഓക്കെ. ഗൗതം, ഇന്നു മുതൽ നിങ്ങളുടെ മുറിയിൽ ഒരു പുതിയ ആൾ കൂടി ഉണ്ട്, ജോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഓക്കെ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിള്ളേർക്കൊക്കെ എന്തൊരു മൈൻഡ് ഇല്ലാത്തത്. ബഹുമാനം കൊണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ്. ദീപു, ഹരി, എന്താ പ്രശ്നം? ജോയോടെ? കുളിക്കുവാ. ജോക്കൊരു ഗസ്റ്റ് ഉണ്ട്, താഴെ വെയിറ്റ് ചെയ്യണം. എടാ അനൂപേ, ഇങ്ങനെ ഫുൾ ടൈം പഠിച്ചോണ്ടിരുന്നാലേ ഫൈനൽ സെമിസ്റ്റർ ആവുമ്പേ നിനക്ക് വട്ടായി പോവും. പണ്ടീ മുറിയിലേ ഇങ്ങനെ ഒരുത്തരുണ്ടായിരുന്നു, പ്രവീൺ. അവൻ പഠിച്ചേ അവസാനം വട്ടായി പോയി. നീ പഠിച്ചോ, നിനക്ക് വട്ടായിൽ കാണാനേ നല്ല രസമായിരിക്കും. എന്നെ ആരാ അന്വേഷിച്ചത്? ഞാനാ. മിസ്റ്റർ, ജസ്റ്റ് എ മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. വരുന്നുണ്ട്. താനിവിടെ പുതിയതല്ലേ? അതെ. ഇന്നലെ ഷോപ്പിങ്ങിന് വന്നിരുന്നോ? ഏത് പട്ടിക്കാട്ടിലെ സ്ഥലം? ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് ചോദിക്കാനാ ഞങ്ങളും വന്നിരിക്കുന്നത്. തനിക്ക് എന്തിന്റെ സുഖേടാ കണ്ട പെമ്പിള്ളാരെ ഡ്രസ് എടുത്തോണ്ട് പോരെ? ഏത് ഡ്രസ്? ആഹാ, അത് ശരി, അറിയില്ല അല്ലേ? ഇല്ല. ചില തെലുങ്ക് സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം നായികയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുക, പിന്നെ അത് തിരിച്ചു കൊടുക്കുക, പിന്നീട് അവളെ ലൈൻ അടിക്കുക. ആ വക കാര്യങ്ങളൊക്കെ അങ്ങ് ഹൈദരാബാദിൽ പോയി പറഞ്ഞാൽ മതി. താൻ വേഗം പോയി എന്റെ ഡ്രസ് പാക്കറ്റ് എടുത്തിട്ട് വാ. എന്താ കുട്ടി പറയുന്നേ? എന്റെ കയ്യിൽ 2 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണത്തിൽ ഡ്രസ്സും മറ്റേതിൽ സ്പൈസും. അല്ല പിന്നെ എന്താ അവിടെ പ്രോബ്ലം? ചേട്ടന്റെ കാര്യം നോക്കിയാ മതി. അത് ശരിയല്ല, ഞാൻ എന്റെ കാര്യം നോക്കിയപ്പോ. അതെ ചേട്ടാ, ഇയാളുടെ ഡ്രസ് മലപ്പുറം ഷോപ്പിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഡ്രസ് എടുത്തോണ്ട് പോയി. അല്ല വിശാലേട്ടാ, ഞാനൊന്നും എടുത്തിട്ടില്ല. ഓപ്പൺ ആയിട്ട് ചേട്ടാ വിശാലേ, ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ എന്റെ ഡ്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതെന്താ? ഒന്ന് തുറന്നു നോക്ക്. ഇത് തുറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്റെ ബാഗേ റൂമിൽ കിടക്കുന്നു. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ പോയി എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരാം. എന്നാ ഞങ്ങളും കൂടെ വരാം. അത് വേണ്ട, ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം. അതെ, ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം. ആ ബാഗ് ഇതാ. അതെവിടെ ഇരിക്കട്ടെ, മറ്റേത് കൊണ്ടുവന്നിട്ട് ഇത് കൊണ്ടുപോയാൽ മതി. അങ്ങനെയാണല്ലേ? ആയിക്കോട്ടെ, കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരാം. ഞാൻ നിങ്ങളുടെ പക്ഷത്താണേ. പോട്ടെ സുന്ദരികളെ. ഇത് കണ്ടോ, ഷൂ. ഇത് ബെൽറ്റ്. ഇത് നിങ്ങളുടെ അല്ലല്ലോ? അല്ലല്ലോ. അതെ, വിവരം വേണം, വിവരം. ആൺകുട്ടികളോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് ആദ്യം പഠിക്കണം. അല്ലാതെ കുറെ പെൺകുട്ടികളും കൂട്ടി വന്ന് പത്രാസ് കാണിക്കാന്ന് വിചാരിച്ചല്ലേ? കൊള്ളാലോ. ഇനി അടുത്തും കൂടി കാണിക്കാം. ഇതെന്റെ ഷർട്ട്. അയ്യേ, ഇതെങ്ങനെ ഇതിൽ വന്നു? എനിക്കറിയില്ല. അത് ശരി, ഇതെങ്ങനെ ഇവിടെ വന്നു എടുത്ത ആൾക്കും കൂട്ടുകാർക്കും അറിയില്ല അല്ലേ? സോറി. Shut up, stupid. വാടി. എന്താണോ ഈ രാത്രിയിൽ? ആ മജീദും സംഘവും ഇന്ന് രാത്രി റാഗിങ്ങിനുള്ള പരിപാടി ഉണ്ട് കേട്ടാ. ഇവന്മാർക്ക് ഈ റാഗിങ്ങും അടിപൊളിയൊക്കെ ഒറ്റ തവണ നടത്തിയാ പോരെ? കഴിഞ്ഞ മാസത്തെ കേസും വഴക്കും ഇതുവരെ തീർന്നിട്ടില്ല. സാറ് എനിക്കൊരു ഐഡിയ. നീ ഇന്നാള് പറഞ്ഞ പോലെ എന്നെ കൊലക്ക് കൊടുക്കുന്ന ഐഡിയ വല്ലതും ആണോ? അല്ല, ഇത് മറ്റൊരു പുതിയ ഐഡിയ. പക്ഷേ സാറ് വേറെ കോളേജിലേക്ക് പറഞ്ഞു കൊടുത്താ സാറിന്റെ മൊത്തം ക്രെഡിറ്റ് പോകും. അതിപ്പോ രണ്ടായാലും പോകും. നീ ഐഡിയ പറ. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. നമ്മളിത് അറിഞ്ഞ സ്ഥിതിക്ക് പോലീസ് കമ്മീഷണർക്ക് നമ്മുടെ ഫോൺ വഴി ഒരു രഹസ്യ വാർത്ത ചോർത്തി കൊടുത്താലോ? താൻ എന്ത് മണ്ടത്തരോടെ ഈ പറയുന്നേ? അന്ന് സാറ് ഏറ്റെടുത്തോ? ഈ സ്പോർട്സ്മാർക്ക് എന്തിനും പറ്റിയാലേ നഷ്ടം മുഴുവനും സാറിനാ. നല്ല കോച്ച് എന്നുള്ള പേര് വേണമെങ്കിലേ
നല്ല മിടുക്കന്മാരായ പയ്യന്മാര് വേണം. ദ്രോണാചാര്യ അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ ഇതൊക്കെ വേണമെങ്കിലേ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി വാ നമുക്ക് അങ്ങോട്ട് ഈ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. സാർ എടുത്തോ, ഞാൻ പറ്റില്ല. താൻ പാടോ? ഞാൻ പാടോ? അയ്യോ